ഹായ് ഓൾ. നമ്മൾ കുഞ്ഞു നാളിൽ നമ്മൾ ഒരു വാല്യൂയും കൊടുക്കാതിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ നമ്മൾ കുറേ പ്രായമാകുമ്പം ഒരുപാട് വാല്യൂ കൊടുക്കുമല്ലോ. അതിൽ ചില കാര്യങ്ങളാണ് നമ്മുടെ ഉമ്മയുടെ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ ശരിക്കും തിരിച്ചറിയുന്നത്. എനിവേയ്സ്, ഞാൻ പറയാൻ മറന്നുപോയി. ദിസ് ഈസ് അൻസി. വെൽക്കം ടു നേറാസ് ഹെന്നാസ് വ്ളോഗ്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എൻ്റെ ഹെന്നയുടെ വ്ളോഗ്സും അതുപോലെ തന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സും ഒക്കെ കാണാൻ പറ്റും. ഞാൻ ശരിക്കും എൻ്റെ ഹെന്ന വർക്ക്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കുറച്ചൊക്കെ പുറത്തോട്ട് ട്രാവൽ ചെയ്യുക. അല്ലാതെ ഇതുപോലെയൊക്കെ റിലേറ്റീവ്സിൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോകുന്നത് ശരിക്കും ഉമ്മ വരുമ്പോഴാണ്. ഉമ്മ വരുന്ന സമയത്ത് ഞാൻ ഉമ്മയോട് പറയാറുണ്ട്, എവിടെ പോയാലും എന്നെയും കൂടി വിളിക്കണം, കാരണം ഞാൻ അല്ലാതെ ഒരു സ്ഥലത്തും പോകാറില്ല. ഇത് ഉമ്മയുടെ കൂടെ നിൽക്കുന്ന അൻസി താത്തയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടൊരു അടിപൊളി മന്തി, പറയാൻ ഒരു വാക്കുമില്ല, സൂപ്പറായിരുന്നു മന്തിയൊക്കെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 1 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കാണാൻ പോകുന്നത് കുറച്ച് ദിവസം മുൻപോട്ടുള്ള, അതായത് ഈ ദിവസത്തിന് മുമ്പേ എടുത്ത കുറച്ച് വീഡിയോസാണ്. ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. ഇതും ഒരു പർച്ചേസിങ് ഡേ ആണ്. ഇതാണ് കൊല്ലം സ്റ്റോർ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറ്. അത് കഴിഞ്ഞ് കൊല്ലം സ്റ്റോറിൽ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു ഫാക്ടറി ആണ്. ഞങ്ങളുടെ ഇപ്പോൾ നെടുമങ്ങാടിൽ അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ്, ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്കൊരു സ്കൂൾ ബാഗ് വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്കൂൾ ബാഗ് വാങ്ങി. എൻ്റെ എല്ലാവിധ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നാട്ടിൽ ഉമ്മ വന്ന് നിൽക്കുന്ന ഈ ടൈമിലാണ് കേട്ടോ. അല്ലാതെ ഞാൻ പൊതുവേ പൈസ അധികമായിട്ട് അങ്ങനെ ചിലവാക്കാറില്ല. ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മ വന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാറ്. ലുലു ഫാക്ടറിയിലെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു പാത്രക്കടയിലോട്ടാണ് പോയത്. ആരാധ്യ എന്നാണെന്ന് തോന്നുന്നു ഈ പാത്രക്കടയുടെ പേര്. അത്യാവശ്യം നല്ല ഒത്തിരി റേറ്റൊക്കെ കുറവാണ്, അഫോർഡബിൾ ആണ്. നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും വാങ്ങിക്കാം. ഞാൻ പൊതുവെ പാത്രം വാങ്ങാറില്ല, ഉമ്മ വരുമ്പോഴാണ് ഈ പർച്ചേസിങ്ങും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു മന്തിയും കൂടെ കഴിച്ചിട്ട് നമുക്കിന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഇതും ഒരുപാട് നേരത്തെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി മന്തി കഴിച്ചൊരു വ്ളോഗാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ ബൈ.